ജയിക്കാനുള്ള സീറ്റ് അവർക്ക് ലഭിക്കില്ല എന്നുള്ളത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും. ഈ കേരളത്തിൽ 10 വർഷം മുമ്പ് നടന്ന അത്തരം കാര്യങ്ങൾ ഓർമ്മയുള്ള ആരെങ്കിലും നിങ്ങളെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുമോ? നിങ്ങൾ എന്തുമാത്രം വിഴുപ്പലക്കുകളാണ് ഈ കേരളത്തിൽ നടത്തിയത്? പി കെ ഗോപൻ, ഇപ്പോ 100 സീറ്റുകൾ എന്നൊരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി 100 പൊട്ടും എന്നാണ് പറയുന്നത്. ശരിയാണ്, 42-ൽ നിന്ന് 100-ലേക്ക് എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അതും ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കോൺഗ്രസിന്റെ അധികാരം ഉണ്ടാകുന്നത്. അതായത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ വളരെ നേരിയ സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് 100 സീറ്റ് എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ടാകും. പക്ഷെ 100 പൊട്ടും എന്ന ഒരു മറുപടിയാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ 100-ൽ മേൽ സീറ്റുകൾ നേടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കഴിയില്ല എന്ന് CPM വിചാരിക്കുന്നത്? അല്ല ശ്രീമതി മാധു, 100 സീറ്റ് നേടാൻ കഴിയില്ല എന്നുള്ളതല്ല CPM-ന്റെ വിലയിരുത്തൽ. അവർക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളതാണ്. അത് 100 സീറ്റിൻ്റെ പ്രശ്നമൊക്കെ അവരുടെ ക്യാമ്പിൽ അവർക്ക് അണികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി അവർ പറയുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് മനസ്സിലാവും. ഇടതുപക്ഷത്തിന് 100 സീറ്റ് കിട്ടുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒന്നാം ഭരണം അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണത്. അത് ഇടതുപക്ഷത്തിന് അർഹമായ അംഗീകാരം തന്നെ ജനങ്ങൾ നൽകി. ഈ 42 സീറ്റിൽ നിന്ന് 100-ലേക്ക് എത്തണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനാണ് അവർ മാനദണ്ഡമാക്കുന്നതെങ്കിൽ അവർ തന്നെ പുറത്തു കൊണ്ടുവന്ന കണക്ക്, അതുപോലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ വിലയിരുത്തലും 60-നടുത്താണ് LDF-ൻ്റെ സീറ്റ്. 58 വരും LDF-ൻ്റെ സീറ്റ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണും അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ വോട്ടിംഗ് പാറ്റേണും കൂടെ കണക്കെടുക്കുമ്പോഴാണ്. ഇനി പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 19 ലക്ഷത്തിലധികം വോട്ട് അധികം കിട്ടി. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 19 ലക്ഷത്തിലധികം വോട്ട് അധികമായി ലഭിച്ചു. കോൺഗ്രസിന് വോട്ട് കുറയുകയാണ് ചെയ്തത്. പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ അവർക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. ഇനി തദ്ദേശത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 2010-ൽ LDF-ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടി. പക്ഷേ തൊട്ടടുത്ത പ്രാവശ്യം ചെറിയ വ്യത്യാസത്തിനാണ് ഇടതുപക്ഷം പരാജയപ്പെടുന്നത്. അതായത് 68 സീറ്റ് ലഭിച്ചു. ഒരു 2 സീറ്റിൽ 500-ൽ താഴെ വോട്ടും 4 സീറ്റിൽ 1000-ൽ താഴെ വോട്ടിനുമാണ് അന്ന് തോറ്റത്. ഇനി ഞാൻ വേറൊരു കണക്കുകൂടി, സാധാരണ ചർച്ച ചെയ്യാത്തൊരു കണക്കുകൂടി പറയാം. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ടല്ല. 1991-ൽ ഇവിടെ ആദ്യമായിട്ട് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ നടന്നു. സഖാവ് EK നായനാരാണ് മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ജില്ലാ കൗൺസിലുകളും മലപ്പുറം ഒഴിച്ച് ഇടതുപക്ഷത്തിന് ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടായി ഈ ജില്ലാ കൗൺസിൽ. അന്ന് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും പ്രത്യേകമായിട്ട് നിലവിൽ വന്നിട്ടില്ല. കേരളം മാത്രം ഫോം ചെയ്തതാണ്. അപ്പോൾ UDF പറഞ്ഞു അത് ഞങ്ങൾ വന്നാൽ പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. അവർ വന്നിട്ട് പിരിച്ചുവിടുകയും ചെയ്തു. ആ കൗൺസിലിൽ ഭൂരിപക്ഷം ലഭിച്ച ആവേശത്തോടു കൂടി 6 മാസം മുമ്പേ ഇടതുപക്ഷ മുന്നണി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഈ അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പക്ഷേ ഇടതുപക്ഷം തോറ്റു ആ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാശിയും കണക്കും വെച്ചുകൊണ്ട് LDF-നും അബദ്ധം പറ്റിയിട്ടുണ്ട്, UDF-ന് പൊതുവെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കണക്ക് നോക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റിൻ്റെ എണ്ണവും ലഭിച്ചത് മാത്രം വെച്ചിട്ടല്ല. അത് ആ സാഹചര്യത്തിലെ രാഷ്ട്രീയമാണ് അതിനെ നിർണ്ണയിച്ച ഒരു ഘടകം. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ നിർണ്ണയിക്കാൻ പോകുന്നത് 10 വർഷത്തെ LDF-ൻ്റെ ഭരണം തന്നെയാണ്. അത് എല്ലാ മേഖലകളിലും വിഹരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവർ പരിശോധിക്കും. എന്തൊക്കെയാണ് അവരുടെ മേഖലയിൽ ഉണ്ടായ മാറ്റം എന്നുള്ളത്, പൊതുവായി നാട്ടിലുണ്ടായ മാറ്റം എന്താണെന്ന് പരിശോധിക്കും. അങ്ങനെ വരുമ്പോൾ 2 പ്രാവശ്യത്തെ പിണറായി സർക്കാർ കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് നമുക്ക് വലിയ തോതിൽ താരതമ്യമില്ല. പല കാര്യങ്ങൾക്ക് നമുക്ക് താരതമ്യം ചെയ്യാനേ പറ്റില്ല അവരുമായിട്ട്. അത്രമാത്രം നമുക്ക് മാറ്റം ഉണ്ടായി. ആ മാറ്റം ത്വരിതപ്പെടുത്തുകയും അത് കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് LDF ലക്ഷ്യമെടുത്തത്. അതുകൊണ്ട് 100 സീറ്റ് എന്നുള്ളതല്ല, 100 സീറ്റ് കിട്ടത്തില്ല എന്നുള്ളതാണ് ശ്രീമതി UDF ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സീറ്റ് അവർക്ക് ലഭിക്കില്ല എന്നുള്ളത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും. ഡോക്ടർ പി കെ ഗോപൻ, അപ്പോൾ അങ്ങ് അന്താരാഷ്ട്ര തലത്തിൽ ഖ്യാതിയുള്ള ഒരു സർക്കാർ അതിന് അനുകൂലമായ വിധിയെഴുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഞങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളതാണ് UDF വ്യക്തമാക്കുകയും ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കും. നോക്കൂ, ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ, ഞാൻ തിരുവനന്തപുരം നേരത്തെ സംസാരിച്ചതുകൊണ്ട് പറഞ്ഞതാണ്, കൊല്ലം കോർപ്പറേഷൻ
ഒന്ന് ആലോചിച്ച് നോക്കൂ, പതിറ്റാണ്ടുകൾ കോട്ടയായിരുന്ന ഇടത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത തിരിച്ചടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. പാറ്റേൺ വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും മാറ്റിക്കുത്താൻ ജനം തയ്യാറായി എന്നുള്ളതാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കുത്തി ശീലിച്ച മനുഷ്യരുടെ ഒരു ശീലം അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, അങ്ങയുടെ സ്ഥലം കൂടിയാണല്ലോ. മാറ്റിക്കുത്താൻ ജനം തയ്യാറാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ കൊല്ലത്ത് നിന്ന്? ആ പാറ്റേൺ തുടരും എന്നത് വിചാരിക്കുന്നുണ്ടോ, അതോ അതിനെ അതിജീവിക്കാൻ ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് സാധിക്കുമോ? എങ്ങനെ? ശ്രീമാത മാധു, അങ്ങ് പറഞ്ഞ കൊല്ലം കോർപ്പറേഷൻ തന്നെ എടുത്താൽ കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ LDFന് ഭൂരിപക്ഷമാണ് ഇപ്പോഴും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോക്കിയപ്പോൾ കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ആ നഷ്ടപ്പെട്ടത് അംഗീകരിച്ചാൽ മതിയാവും. സാമാന്യം മോശമല്ലാത്തൊരു തോൽവി ഞങ്ങൾക്ക് കൊല്ലം കോർപ്പറേഷനുണ്ടായി. പിന്നെ കൊല്ലത്ത് മുനിസിപ്പാലിറ്റി നേരത്തെ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ അതിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ ഭരണം കിട്ടാതിരുന്നത്. അപ്പോൾ കൊല്ലം കോർപ്പറേഷൻ UDFന് കിട്ടുമ്പോൾ തന്നെ കൊല്ലം അസംബ്ലി മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ LDF കൂടുതലാണ്. അതുകൊണ്ട് ഈ കോർപ്പറേഷൻ്റെ വെച്ചുകൊണ്ട് നമുക്ക് അസംബ്ലി ഇലക്ഷനെ നമുക്ക് അളക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്, ഇവിടെ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചാണ് രണ്ടുപേരും പറഞ്ഞത്. ഈ കനകോലു എന്ന് പറയുന്ന ആൾ ആദ്യം BJPയുടെ ഇലക്ഷൻ പ്രൊപ്പഗൻഡ നിശ്ചയിച്ച ആളാണ്. വലിയ പൈസ കൊടുത്തിട്ടാണ് അങ്ങോട്ട് ഒരു ഏജൻസിയെ നിശ്ചയിച്ചത്. അത് കോൺഗ്രസ് റാഞ്ചി എടുത്തിട്ടാണ് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കനകോലുവിനെ പെട്ടെന്ന് AICC മെമ്പറാക്കുകയാണ്. AICC മെമ്പറാക്കി ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം വയനാട്ടിൽ കൊടുത്ത റിപ്പോർട്ട് എന്താ? നിങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ? അദ്ദേഹം പറഞ്ഞതാണ് ഭരണവിരുദ്ധ വികാരമില്ല, അതല്ല ഇപ്പോൾ UDFന് കിട്ടിയ വോട്ട് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇനി ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനി മാർക്കറ്റിൽ ഉൽപ്പന്നം ഇറക്കും. ആ ഉൽപ്പന്നത്തിന് പരസ്യവാചകം എഴുതി കൊടുക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, ഇതെല്ലാം കോർപ്പറേറ്റുകളുടെ പൊതു സ്വഭാവമാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്ക് ആവശ്യം എന്താണ്, അവർക്ക് വേണ്ടുന്ന എന്താണ്, അവരുടെ പുരോഗതിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് പഠിച്ചിട്ടാണ് മുദ്രാവാക്യം സ്വരൂപിക്കുന്നതും പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത് കനകോലു എന്ന് പറയുന്ന ഒരു ബഹിരാഷ്ട്ര കമ്പനിയുടെ ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളെ കേരളം പോലെ കോൺഗ്രസിൻ്റെ എത്രയോ മഹാരഥകളായിട്ടുള്ള നേതാക്കന്മാരുണ്ടായ ഒരു സ്ഥലമാണ് കേരളത്തിൽ കോൺഗ്രസ്സിന്. കാരണം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് കോൺഗ്രസ്സിന് നല്ല സുന്ദരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആശയ വ്യക്തതയുള്ള ഒരുപാട് ലീഡർഷിപ്പ് കോൺഗ്രസ് ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസിനകത്ത് അത്ര ആ നിരയിൽപ്പെട്ട ആളുകളില്ലെങ്കിലും അപൂർവം ചിലരെങ്കിലും കോൺഗ്രസിന് നല്ല മികച്ച നേതാക്കന്മാർ കേരളത്തിൽ കോൺഗ്രസിനുണ്ട്. അത്തരം ആളുകൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും വലിയ തോതിൽ 7 സ്റ്റാർ റിസോർട്ടിലാണ് ഇപ്പോൾ ഈ സമ്മേളനം ചേർന്നത്. അതായത് ഒരു മുറിക്ക് 40,000 രൂപ വരെ ദിവസ വാടകയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സമ്മേളനം ചേരുന്നത്. അതും കനകോലുവിൻ്റെ പ്രദേശമായിരിക്കും. അങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ ലക്ഷ്യം എന്ന് പറയുന്ന ശില്പശാലയിൽ അവിടെ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും കനകോലുവിൻ്റെ സഹായം വേണം. അതായത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് ബദലായി കനകോലുവിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പറഞ്ഞ ഇദ്ദേഹമാണ്. ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് അവരെ അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ട് നോക്കിയാൽ മതി ശ്രീമതി മാധു. ഇപ്പം BJPയുടെ ശ്രീ ജയചന്ദ്രൻ ചേട്ടൻ അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് കഴിഞ്ഞതിനേക്കാൾ മെച്ചമാണ് ഉണ്ടായെന്നാണ്. അവർക്ക് 3 ജില്ലാ പഞ്ചായത്ത് സീറ്റുണ്ടായിരുന്നു കേരളത്തിൽ നിലവിൽ, അതിപ്പോൾ 1 ചുരുക്കി. അവർക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം പോലും ലഭിച്ചിട്ടില്ല. അവർക്ക് ഉണ്ടായിരുന്നതിൽ കുറവാണ് ഉണ്ടായത്. പക്ഷെ തിരുവനന്തപുരത്ത് ഉണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ ഈ മെച്ചം വെച്ചിട്ടാണ് അവർ മറ്റുള്ളതിനെ എല്ലാം അളക്കുന്നതെങ്കിൽ 25% വോട്ട് പിടിക്കാൻ ശ്രീമാൻ അമിത്ഷാ അവരോട് ആവശ്യപ്പെട്ടിട്ട് അവർ അതിനേക്കാൾ താഴെ വോട്ടിലാണ് നിൽക്കുന്നത്. ഇനി മാധു ചോദിച്ച ഒരു ചോദ്യം കൂടിയുണ്ട് ഇടയ്ക്ക് BJP സുഹൃത്തിനോട്. 35 സീറ്റിൻ്റെ സുരേന്ദ്രൻ്റെ കഥ. ആ 35 സീറ്റിൻ്റെ കഥ അദ്ദേഹം പറഞ്ഞത് മാധു പറഞ്ഞ പശ്ചാത്തലത്തിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് സഖ്യം ഉണ്ടാക്കാനല്ല, അത് വിലക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരെല്ലാ സ്റ്റേറ്റിലും കുറച്ച് MPമാരെ MLAമാരെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി കോൺഗ്രസ് ഏൽപ്പിച്ചു കൊടുക്കും. പൈസ കൊടുത്തേച്ചാൽ മതി, വലിയ തോതിൽ പൈസ കൊടുത്താൽ മതി. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ശ്രീ ലിജുവിൻ്റെ വർത്തമാനത്തിനിടയിൽ അദ്ദേഹം വൈവിധ്യമാർന്ന നേതൃത്വ നിരയുണ്ട് എന്ന് പറഞ്ഞു. കേരളം പേടിക്കുന്ന ഒരു കാര്യം അതാ ശ്രീമതി മാധു.
ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 5 വർഷം ഭരിക്കാൻ അദ്ദേഹത്തെ കോൺഗ്രസ് അനുവദിച്ചായിരുന്നോ? ശ്രീ എ കെ ആന്റണി ഭരിക്കുമ്പോൾ 5 വർഷം ഭരിക്കാൻ അദ്ദേഹത്തെ കോൺഗ്രസ് അനുവദിച്ചോ? ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിച്ചോ? പ്രതിച്ഛായ ചർച്ച, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി, കേന്ദ്രത്തിൽ നിന്ന് ആൾ വരുന്നു, മറ്റേത് വരുന്നു, മറിച്ചേത് വരുന്നു, എന്നിട്ട് 5 വർഷം ഭരിക്കാൻ ഒരു മുഖ്യമന്ത്രി അനുവദിക്കില്ല. അടുത്ത മുഖ്യമന്ത്രി ശ്രീ കരുണാകരനെ ഇറക്കി ശ്രീമാൻ ആന്റണി വന്നു, ആന്റണി ഇറക്കി ഉമ്മൻചാണ്ടി വന്നു, ഉമ്മൻചാണ്ടി ഇറക്കാൻ സമരം നടത്തി, അവസാനം 2ാം മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭയിലെ സെക്കൻഡ് ചീഫ് എന്ന് പറയുന്ന പദവി മേടിച്ചെടുത്തു. അതുപോലെ മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വഴക്കുണ്ടാക്കി, സാമുദായിക സംഘടനകളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, അവർ ആവശ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള കലാപങ്ങൾ വല്ലോ 9.5 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ടോ? നിശ്ചയദാർഢ്യമുള്ള, വിൽപവറുള്ള, കേരളത്തെ നയിക്കാൻ ശേഷിയുള്ള ഒരു നേതൃത്വനിര അവിടെ എല്ലാവർക്കും പരിഗണനയുണ്ട്. സാമൂഹ്യപരമായി നോക്കിയ എല്ലാ ആളുകൾക്കും പരിഗണനയുണ്ട്. പക്ഷേ സമുദായത്തിന്റെ കീഴ്പ്പടിക്ക് നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ജനങ്ങൾ. ഡോക്ടർ പി കെ ഗോപൻ, ഇപ്പോ എറണാകുളം മുതൽ ഇങ്ങോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ UDF സീറ്റുകൾ, ഇപ്പം മലപ്പുറം ശരി, അതല്ലാതെ സീറ്റുകൾ അധികമായി സമാഹരിക്കാൻ കഴിയുന്നത്. പത്തനംതിട്ട നിങ്ങൾക്ക് വലിയ അപ്രമാദിത്വമുള്ള ജില്ലയാണ്. അവിടെ പക്ഷേ UDF ഇത്തവണ പ്രതീക്ഷകളുണ്ട്. ശബരിമല വിഷയമടക്കം വലിയ ചർച്ചയായ ഇടമാണ്. ആറന്മുളയിലടക്കം ഇപ്പോൾ വീണ ജോർജ് വീണ്ടും മത്സരിക്കും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. CPM കാര്യം CPM ആണ് പറയേണ്ടത്. ശരി, അവിടെ പോലും വലിയ തോതിലുള്ള മത്സരമുണ്ടാകും, അവിടെ ജയിച്ചു വരാൻ കഴിയും. UDF കോട്ടയായിരുന്നല്ലോ ഒരു കാലത്ത് എന്നുള്ളതൊക്കെയാണ് UDF പ്രതീക്ഷ. നിങ്ങൾ എങ്ങനെയാണ് പത്തനംതിട്ടയിലെ മത്സരത്തെ കാണുന്നത്? പത്തനംതിട്ടയിലത് ഞാൻ പറയാം ശ്രീമതി മാധു. അതിനു മുമ്പ് 1-2 പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ഒന്ന്, ശ്രീ ലിജു ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ തർക്കവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഈ കൈവിട്ടു പോയാൽ അത് ജനാധിപത്യം, കയ്യിൽ നിൽക്കുമെങ്കിൽ പരസ്യ സംവാദം പാടില്ല, ഈ 2 വാക്കും മാധ്യമപ്രവർത്തകർ എന്നുള്ള തരത്തിൽ അങ്ങ് കേട്ടിട്ടുണ്ടാവും. അതായത് കോൺഗ്രസ്സിന് അവരുടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരതിന് ജനാധിപത്യം എന്ന പേര് കൊടുക്കും. ജനാധിപത്യ പാർട്ടിയാണ്, ഇങ്ങനെയൊക്കെ പറയും, ഇങ്ങനെയൊക്കെ നടക്കും. ഇത് നമ്മൾ ഒത്തിരി കേട്ടതാണ്. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ പറയും പരസ്യ സംവാദം പാടില്ല എന്ന് പറയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കെ സുധാകരൻ KPCC പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞങ്ങൾ കേഡർ പാർട്ടിയാകാൻ, സെമി കേഡർ പാർട്ടിയാകാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ CPM കേഡർ പാർട്ടിയാണ്, അത്രയെത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, പക്ഷേ ഞങ്ങൾ സെമി കേഡറാവും. സെമി കേഡറാവും എന്ന് പറഞ്ഞാൽ പരസ്യ സംവാദത്തിൽ ഞങ്ങൾ തടയിടുമെന്ന് കൂടിയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രീ ലിജു ഇവിടെ പറഞ്ഞപ്പോൾ ആന്റണി കരുണാകരൻ, ശ്രീ A K ആന്റണി, ശ്രീ കെ കരുണാകരൻ, ശ്രീ ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ഈ തർക്കം എത്ര ഒഴുക്കം മട്ടിൽ അദ്ദേഹം പറഞ്ഞു വിട്ടത്. ഈ കേരളത്തിൽ അന്തിച്ചർച്ചകളും പ്രശ്നങ്ങളും നിരവധി ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ, കേരളത്തിലെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ പ്രതിച്ഛായ ചർച്ചകളും ശീതളഛായയും എന്തെല്ലാം അടിയും പിടിയും ബഹളവും DIC ഉണ്ടാകുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, ശ്രീ K മുരളീധരൻ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നടത്തിയ പ്രസംഗം എടുത്തൊന്ന് കേട്ടു നോക്ക് ശ്രീ ലിജു. ശ്രീ ഉമ്മൻചാണ്ടി, നിങ്ങൾ ആരാണ്? നിങ്ങൾ മദ്യമാഫിയയുടെ ആളാണ്, നിങ്ങൾ കേരളത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്നൊക്കെ നടത്തിയ പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ പ്രസംഗം എടുത്ത് നോക്ക്. ഈ കേരളത്തിൽ 10 വർഷം മുമ്പ് നടന്ന അത്തരം കാര്യങ്ങൾ ഓർമ്മയുള്ള ആരെങ്കിലും നിങ്ങളെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുമോ? നിങ്ങൾ എന്തുമാത്രം വിഴുപ്പലക്കുകളാണ് ഈ കേരളത്തിൽ നടത്തിയത്? അതിന് പകരമായിട്ട് നിങ്ങൾ പറയുന്നത് CPMൻ്റെത് ശ്രീ പിണറായി വിജയൻ ഏകാധിപതിയാണെന്നാണ്. ശ്രീ ലിജു, എല്ലാ ദിവസവും CPMൻ്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടും, ആഴ്ചയിൽ ഒരു ദിവസം CPMൻ്റെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടും, മാസത്തിലൊരിക്കൽ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടും. ഈ ഘടകങ്ങളിലാണ് CPM താഴെ തട്ട് വരെ നടക്കും. ഈ ഘടകങ്ങളിലാണ് CPMൻ്റെ ചർച്ച. ശ്രീ പിണറായി വിജയനും എന്തിന് സാക്ഷാൽ EMS വരെ ഇത് കേട്ടുകൊണ്ട് ഓരോ 3 വർഷം കൂടുമ്പോഴും നടക്കുന്ന സമ്മേളനങ്ങളിൽ അവരെക്കുറിച്ച് പറയുന്ന വാക്കുകൾ, അവരെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, അവർക്ക് തിരിച്ച് പാർട്ടി സഹാക്കളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ, ഇത്ര കൃത്യമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ CPM. ഇവിടെ ഏകാധിപതി ആയതുകൊണ്ടല്ല, പിണറായി വിജയന്റെ ഭരണശേഷി ഉള്ളതുകൊണ്ട് അദ്ദേഹം 5 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ 91 സീറ്റ് കൊണ്ട് അദ്ദേഹം ഭരിച്ചു തുടങ്ങിയെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് 99 സീറ്റ് കൊടുത്തത് ആ നേതൃത്വ വൈഭവത്തിന് കൊടുത്ത അംഗീകാരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 2ാമത് മുഖ്യമന്ത്രിയായത്. അപ്പൊ അതല്ലാതെ ഏകാധിപതി ആയതുകൊണ്ടല്ല, നിങ്ങൾക്കത് കഴിയില്ല.